US ടെക് കമ്പനി കോറോ ഹെൽത്തിന്റെ കൂട്ടപ്പിരിച്ചുവിടലിൽ കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോട് ജോലി നഷ്ടമാവുന്നത് 400-ലേറെ പേർക്കാണ്. 20 വയസ്സുള്ള ട്രെയിനികൾ തുടങ്ങി ഈ മേഖലയിൽ 12 വർഷം പ്രവൃത്തി പരിചയമുള്ള സീനിയർ സ്റ്റാഫുകൾക്കുൾപ്പെടെയാണ് ജോലി നഷ്ടമായത്. സർക്കാർ ചർച്ച തുടരുന്നുണ്ടെങ്കിലും കമ്പനി പ്രതിനിധികളെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണെന്ന് ജീവനക്കാർ പറയുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് 400-ലേറെ പേർക്കാണ് ചുങ്കത്തെ ഈ ബ്രാഞ്ചിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജീവനക്കാർ. 3 മാസത്തെ നോട്ടീസ് പീരീഡെങ്കിലും നൽകിയിരുന്നെങ്കിൽ മറ്റു ജോലി സാധ്യത തേടാമായിരുന്നു. എന്നാൽ എല്ലാവിധത്തിലും തങ്ങളുടെ ഭാവിയെ അവതാളത്തിലാക്കിയാണ് കോറോ ഹെൽത്ത് തങ്ങൾക്ക് മുന്നിൽ വാതിൽ അടയ്ക്കുന്നതെന്നതാണ് ജീവനക്കാരെ ധർമ്മസങ്കടത്തിലാക്കുന്നത്. കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കത്താണ് കമ്പനിയുടെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. 2.5 വർഷമായി ജില്ലയിൽ തുടരുന്ന കമ്പനിയിൽ 22 വയസ്സ് മുതൽ 40 വരെയുള്ള 380-ലേറെ തൊഴിലാളികളാണുള്ളത്. അമേരിക്കയിലെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡാറ്റകളുടെ കോഡിംഗ് ആണ് ഇവർ ചെയ്തു നൽകുന്നത്. വെള്ളിയാഴ്ച പതിവ് പോലെ ഓഫീസിലെത്തിയവരോടാണ് നാളെ മുതൽ ജോലിയില്ലെന്ന് കമ്പനി വ്യക്തമാക്കിയത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കമ്പനി നഷ്ടത്തിലാണ്. അതുകൊണ്ട് കേരളത്തിലെ ഓപ്പറേഷൻസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഞാൻ ഈ ജോലിയിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റൊരു ജോലി നോക്കുന്നത് പോലെയല്ല ജോലി പോയാൽ ഞാൻ മറ്റൊരു ജോലി നോക്കുന്നത്. അങ്ങനെ 900-ഓളം കുടുംബങ്ങളാണ് അനാഥമാകാൻ പോകുന്നത്. 900-ഓളം കുടുംബങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല ഈ ഒരു മേഖലയിൽ. കാരണം ഞാനാണ് 9-10 വർഷം ഈ ഫീൽഡിലാണ്. അതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ ആ സ്കെയിലിൽ അവരെടുക്കാൻ പറ്റിയൊരു സൗകര്യം നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുമെന്നതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. തിങ്കളാഴ്ച പതിവ് പോലെ ഓഫീസിലെത്താനാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.